സീതാദേവിയെയും ശ്രീരാമചന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും കൂട്ടിയിട്ട് ശൃംഗിവേരപുരത്ത് ഗുഹൻ്റെ അടുത്ത് അവരെ കൊണ്ടുചെന്നാക്കി സുമന്ത്രർ തിരിച്ചു വരികയാണ്. അതീവ ദുഃഖിതനായിട്ടാണ് വരുന്നത്. ഭഗവാൻ പോകുമ്പോൾ തന്നെ ആ രാജ്യത്തുള്ള എല്ലാ പ്രജകളും ഒരാൾ ഒഴിയാണ്ട് ഭഗവാന്റെ പിന്നാലെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എല്ലാവരും പിന്നാലെ ഓടുകയാണ്. ആലോചിച്ച് നോക്കുക, ഭഗവാൻ അവിടെ ആ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിട്ട് പോലുമില്ല, യുവരാജാവായിട്ട് അഭിഷിക്തനായിട്ട് പോലുമില്ല. പക്ഷേ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ തങ്ങളുടെ നേതാവായിട്ട് ഭരണാധികാരിയായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിംഹാസനം അവരൊരുക്കിയിട്ടുള്ളത് സ്വന്തം മനസ്സിലാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ സിംഹാസനം ഉപേക്ഷിച്ചിട്ട് ഈ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, 14 കൊല്ലത്തേക്ക് പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോഴും എല്ലാവരും ഭഗവാന്റെ പിന്നാലെ വളരെ ദുഃഖിതരായിട്ട് ഓടുന്നൊരു ഭാഗമുണ്ട്. അതേമാതിരി ദുഃഖത്തിലാണ് സുമന്ത്രരും. രാജാവിനെ കണ്ടപ്പോൾ എല്ലാ ബഹുമാനത്തോടും കൂടി, ഭയഭക്തി ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ വന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ വീര്യത്തെ പറ്റിയിട്ട് പ്രശംസിച്ചു ചൊല്ലുന്നുണ്ട്. സാക്ഷാൽ സൂര്യവംശത്തിൻ്റെ മൗലിയായിട്ടുള്ള അങ്ങ്, വീരന്മാരിലെ മൗലിയായിട്ടുള്ള അങ്ങ് വിജയിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ദശരഥന് ഇത്തരം വാക്കുകളിലൊന്നും ഇപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നില്ല. രാജ്യഭരണത്തിൽ തന്നെ താല്പര്യമില്ല. സുഖങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മെല്ലെ 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 അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞു. കാരണം ഭഗവാനില്ല, ഭഗവാനെ പറ്റിയുള്ള ചിന്തയാണ്. ദശരഥൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം, കൈകേയി എന്ന് മാത്രം വിളിച്ചു നടന്ന ആൾ രാമ 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 എന്ന് വിളിച്ചു. ആ അവസ്ഥയിലായി. യഥാർത്ഥത്തിൽ ആ മാറ്റത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ദശരഥൻ അവസാന കാലത്ത് ആ ഭഗവാനെ ചിന്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതാണ് ദശരഥൻ്റെ ഭാഗ്യം. എന്നിട്ട് പറഞ്ഞു സുമന്ത്രരോട്, അല്ലയോ സുമന്ത്രരെ, എൻ്റെ പുത്രനായിട്ടുള്ള രാമൻ, ലക്ഷ്മണൻ, ആ രാമൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവി, ഇവരെ എവിടെയാണ് കൊണ്ടുചെന്നാക്കിയിട്ടുള്ളത്? അവരെ ഏത് ദിക്കിലേക്കാണ് പോയിട്ടുള്ളത്? ഈ കാര്യം ഒന്ന് പറയണം. അവരെന്താ അവസാനം എന്നോട് പറഞ്ഞിട്ടുള്ളത്? രാമൻ എന്താ പറഞ്ഞത്? അപ്പോഴും എല്ലാ സുമന്ത്രർ പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ കൊണ്ട് 3 പേരെയും രഥത്തിൽ കയറ്റിയിട്ട് ഗംഗയുടെ തീരത്ത് ശൃംഗിവേരപുരത്ത് അങ്ങയുടെ സുഹൃത്തായിട്ടുള്ള ഗുഹൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. വരണ ആ സമയത്ത്, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് രാമൻ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യം, എന്നെ ഓർത്തിട്ട് വിഷമിക്കരുത് എന്ന് പറയണം. എന്നെ ഓർത്തിട്ട് എന്ത് ചെയ്യരുത്? വിഷമിക്കരുത് എന്ന് പറയണം. പിതാവ് വാർദ്ധക്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അതിൻ്റെ ക്ഷീണമുണ്ട്, അതിൻ്റെ ദുഃഖമുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അടുത്തില്ല എന്നുള്ള ദുഃഖം കൂടി അദ്ദേഹത്തെ ബാധിക്കരുത്. മാതാക്കളോട് പറയണം, എന്നെ ചിന്തിച്ച് ദുഃഖിക്കരുത്. അച്ഛനോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, കൊട്ടാരത്തെക്കാളും സുഖം കാനനാണ്. ആലോചിച്ച് നോക്കുക, സദാ കൊട്ടാരത്തിൽ ആ സുഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ ആൾ കാനനത്തിലേക്ക് വരുമ്പോൾ അതിനെയും ഒരേ മനോഭാവത്തോടെ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് മോക്ഷത്തിലേക്കുള്ള വഴി കൂടിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പോണതെന്ന് പറഞ്ഞു. സീതാദേവി ദശരഥ മഹാരാജാവിനും മാതാക്കന്മാരോടും തൻ്റെ അഭിവാദ്യം അറിയിക്കാൻ വേണ്ടിയിട്ട്, പ്രണാമം അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അവർ ആ ശൃംഗിവേരപുരത്ത് അവരെ ഏൽപ്പിച്ചിട്ട് താൻ തിരിച്ചു വന്നു എന്നുള്ള വാചകം സുമന്ത്രർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ദുഃഖമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാപിയാണ്, ദുഷ്കർമ്മിയാണ്. കാരണം അവസാന കാലം എടുത്തു. ആ സമയത്ത് സ്വന്തം മക്കൾ ആരും കൂടെയില്ല. അത് മുന്നേ കിട്ടിയിട്ടുള്ള ശാപത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞു. ഈ സമയത്ത് കൗസല്യാദേവി അതീവ ദുഃഖിതയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങേക്ക് കൈകേയിയോട് പ്രേമമുണ്ട് വെച്ചാൽ രാജ്യത്തെ കൊടുക്കായിരുന്നു. എന്തിനാ എൻ്റെ മകനെ കാട്ടിലേക്ക് അയച്ചത്? ഒരമ്മയുടെ മനസ്സാണ്. അപ്പോഴാണ് ശാപവൃത്താന്തം പറയുന്നത്. കാനനത്തിൽ മൃഗയാവിനോദത്തിന് പോയ സമയത്ത് ശബ്ദം കേട്ടിട്ട് അസ്ത്രം അയച്ചതാണ്. ഒരു ബാലകൻ്റെ ജീവൻ അതെടുത്തു. അവൻ്റെ വൃദ്ധരായിട്ടുള്ള കണ്ണ് കാണാത്ത മാതാപിതാക്കൾ തനിക്ക് അവസാന കാലത്ത് നൽകിയിട്ടുള്ള ശാപം, അവരാ ചിതയിൽ എരിയണ സമയത്ത് ആ വേദന കൊണ്ട് നൽകിയിട്ടുള്ള ശാപമാണ്. പുത്രശോകം കൊണ്ട് മരിക്കും. അതിന്ന് ഫലവത്തായി. കാരണം പുത്രന്മാരാരും അടുത്തില്ല, 4 പേരും അടുത്തില്ല. അങ്ങനെയുള്ള ഋഷിമാരുടെ വാക്കുകൾ ദേവവാക്യം പോലെ സത്യമാവും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം പറയുന്നത്. കർമ്മങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. കഴിവിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഇല്ലാണ്ടിരിക്കുക, അത് അഹങ്കാരമായിട്ട് മാറാണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അഹങ്കാരമായിട്ട് വളർന്നപ്പോഴാണ് ശബ്ദം കേട്ടപ്പോൾ അസ്ത്രം ചെയ്യാനും അത് ഈ ശാപത്തിലേക്ക് നയിച്ചത്. ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമത്തോടു കൂടിയിട്ട് സർവ്വകർമ്മങ്ങളും അദ്ദേഹത്തിന് സമർപ്പിച്ച് ചെയ്യാനുള്ള ബുദ്ധി അദ്ദേഹം തന്നെ നമുക്ക് കനിയട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.